സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വില്ലേജർ ബ്രീഡറും പിന്നെ നമ്മുടെ പറ്റുമെങ്കിൽ നെതറൈറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. സോ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. ഇത്രയും ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ബ്രീഡറിൻ്റെ ഫസ്റ്റ് ഇത്. ബാക്കി നമുക്ക് ചെയ്യാം ഗൈസ്. നമുക്കിനി ഇവിടെ ഫുള്ള് ബെഡ് വെച്ച് നടക്കണം ഗൈസ്. പിന്നെ കുറച്ചധികം ബെഡ് നമ്മുടെ ഷീപ്പിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇനിയും വേണം. പക്ഷേ ഇതിൻ്റെ അളവ് വില്ലേജസിൻ്റെ എണ്ണം കൂടിയ ലാഗടിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. സോ ഗൈസ്, അപ്പം നമ്മളിത് തൊട്ടടുത്തുള്ളൊരു വില്ലേജിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. സോ ഞാനിപ്പോൾ രണ്ടെണ്ണത്തിനും കൂടെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടെണ്ണത്തിനും കൂടി ഒപ്പിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ബേസിൽ പോവാം. സോ ഗൈസ്, നമ്മളിത് അവരെല്ലാം കൂടി കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് ബേസിലെത്തിയിട്ട് കാണാം ഗൈസ്. സോ ഗൈസ്, നമ്മളിത് നമ്മുടെ ബേസിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. സോ ഇവർ വലിച്ചുകൊണ്ട് ഇനി ബ്രീഡറിൽ കൊണ്ടുപോയിട്ടാണ് ഗൈസ്.
ഗൈസ് നമ്മൾ ഇവിടെ സോംബി പിടിച്ചിട്ടിട്ടുണ്ട് വില്ലേജസിനൊക്കെ സെറ്റാക്കാനുള്ള. രണ്ടെണ്ണത്തിന് എന്താ ഇവിടെ കടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൈഡിലോട്ട് അങ്ങോട്ട് നീക്കുവാൻ ഗൈസ്. രണ്ടൊന്ന് കുറച്ചുകൂടി വില്ലേജസിന് ഇങ്ങനെ വെച്ചാൽ ഒറ്റ പോർഷനാൽ 5-6 ഇട്ടടിക്കുക എഫക്റ്റ് ചെയ്യുമല്ലോ. ഗോൾഡൻ ആപ്പിളിനെ ഒപ്പിക്കണം. സോ ഈ കാണുന്ന ഈ അയൺ എനിക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇവിടെ തന്നെ സ്പോൺ അയച്ചാത്ത ഗോളത്തിൻ്റെ ഒന്ന് കിട്ടിയതാണ് ഗൈസ്. സോ ഗൈസ് അപ്പം നമ്മളത് പോർഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഒരെണ്ണം കൊടുത്തു ഗൈസ്. സോ ഒരിക്കലായിരിക്കും നമ്മളിനി ആപ്പിളോട് പോകണം. ആപ്പിൾ തികയും തോന്നണം. 5-6 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗോൾഡിന് ഇച്ചിരി പ്രശ്നമാണ്. അധികം ഗോൾഡ് നമ്മുടെ ഇല്ല. ഓക്കെ കറക്റ്റാണ്. ഒരെണ്ണം ബാക്കി വരും, കുഴപ്പമില്ല. സോ ഇവർ നോർമലാവണവരും വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് അതിനുശേഷം നമ്മൾ നെതറൈറ്റ് മൈനിങ്ങിന് പോയി. സീജ് കണ്ട് കൂടെ അതിൻ്റെ ഇടയിൽ ഫോർട്രസ് കണ്ടുപിടിച്ച്. പക്ഷെ അങ്ങോട്ട് പോകാൻ നിന്നില്ല. നമുക്ക് നേരെ ബാസ്റ്റ്യൻ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ അതേ ബാസ്റ്റ്യൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കുറേ നേരം ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്. നമുക്കിനി അകത്തോട്ട് ഇടിച്ചു എത്തിക്കരണം. ബ്രിഡ്ജിങ് ഉള്ളി ബ്രിഡ്ജ് കൊള്ളാം. പിങ്ങടിക്കരുത് പ്ലീസ്, പിങ്ങരുത്. ഫുള്ള് വെച്ചോ. അപ്പം നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് തേര് പോയിട്ടുണ്ട് ഗൈസ്. ആർമറിൻ്റെ പവറാണ് ചാവാണ്ട് നിൽക്കുന്നു. ഓക്കെ കത്തില്ല രക്ഷപ്പെട്ടു. പിഗ്ലിം വന്നിട്ടുണ്ട്. ഇനി ഓരോ ചുവടും നമ്മൾ സൂക്ഷിച്ച് വേണം. പല കുഴികളും ഉണ്ടാവും. ഒന്നിലും വീഴാൻ പാടില്ല. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം മുന്നേറാൻ. പല കണികളും നമുക്ക് ഫൈനൽ നമ്മളതേ ഒരു ചെസ്റ്റ് മോൻ. വേറെ ആൾക്കാർ അനക്കം കേൾക്കുന്നുണ്ട്. നമുക്ക് വേഗം എടുത്തിട്ട് വിടാം. വന്ന് ഒരാൾ ചേർത്തിട്ടുണ്ട്. ഓക്കെ ഹീറോ കോസ്റ്റൈൻ ബൈ ഹോഗ്ലിൻ. എനിവേ നമുക്ക് ഇനി വീട്ടിലോട്ട് വിടാം ഗൈസ്. സോ ഗൈസ് ഫൈനലി നമ്മളത് വീട്ടിലെത്തി. ഒരു അപ്ഗ്രേഡും 2-3 അതിൻ്റെ ട്രിം എന്താണ് സാധനം കിട്ടി. ഒരു ബാനറും കുറച്ച് ഗോൾഡുകളൊക്കെ കിട്ടി. സോ നമുക്കിനി ഫുൾ നെതറൈറ്റ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവനെന്താ വിൽക്കണം? ഇപ്പം 5-1 ബുക്കാണ് വിൽക്കണത്. നോവിസ്. ഓക്കെ ഇത് ഓർത്ത് നോക്കണം. നോവിസാണ് ബുക്ക് വിൽക്കണത്. ബുക്ക് മാത്രം. സോ ഗൈസ് ഫൈനലി നമ്മൾ നെതറൈറ്റ് മൈനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് ഏൻഷ്യൻ്റ് ഡെബ്രീസ് സ്മെൽറ്റ് ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനോട്ട് ഇനി ഫ്യൂൽ വെക്കണം. സോ നമുക്കിത് സ്മെൽറ്റായിട്ട് കാണാം ഗൈസ്. സോ ഗൈസ് ഫൈനലി നമ്മളത് നമ്മുടെ നെതറൈറ്റ് ഇങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തു. 3 നമ്മൾ. ഓക്കെ നമുക്കിനി നമ്മുടെ ആർമറിലോട്ടൊക്കെ ഇടാം. സോ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ആദ്യം തുടങ്ങാം. ടെംപ്ലേറ്റ് നെതറൈറ്റ്, ചെസ്റ്റ് പ്ലേറ്റ് നെതറൈറ്റായി. ഇനി നമ്മുടെ ഹെൽമെറ്റ് ആദ്യം റിപ്പയർ ചെയ്യണം ഗൈസ്. അതിനുശേഷം വേണം ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നെതറൈറ്റ് വെച്ച് റിപ്പയർ ചെയ്യേണ്ടി വരും. സോ നമുക്കെല്ലാം സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. സോ ഗൈസ് ഫൈനലി നമ്മളത് നെതറൈറ്റ് ആക്കിയിട്ടുണ്ട് ഫുള്ള്. സോ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.